ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് ഈ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ വേണ്ടുന്നത് ഒരു ഷീറ്റ് പേപ്പറാണ്. അപ്പം ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10 സെൻറ്റിമീറ്ററിലുള്ള സ്ക്വയറാണ് നമുക്ക് വേണ്ടുന്നത്. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് മടക്കുകൾ വരുത്തണം. അത് ഈ വീഡിയോയിൽ നോക്കി അതേപോലെ അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ. അതായത് ഡയഗണലി 2 മടക്കും, പിന്നെ ബാക്കിയുള്ളത് നേരെ നടുക്ക് വെച്ചിട്ടുള്ള 2 മടക്കാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ മടക്കുമ്പോൾ 2 സൈഡിലേക്ക് മടക്കാൻ ഓർക്കണം. ഒരു സൈഡിലേക്ക് മാത്രം മടക്കി കഴിഞ്ഞാൽ നമുക്ക് പേപ്പറിന് അത്ര ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. ഇനി ഈ പേപ്പറിൻ്റെ 4 കോർണേഴ്സും ഇതുപോലെ ഉള്ളി വരുന്ന രീതിയിലേക്ക് മടക്കണം. ഇത്രയും മടക്കുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ പേപ്പർ നോക്കണം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ 2 എഡ്ജസിൽ വേണം നമ്മൾ ഇതേപോലെ ബെൻഡ് ചെയ്ത് അകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ ആ 2 സൈഡിലും ചെയ്യണം. അത് ഒരുപോലെയുള്ള 2 സൈഡിലായിരിക്കണം ഈ ബെൻഡുകൾ നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ട്രയാങ്കിൾ പോലെ കിട്ടും. അപ്പോൾ അടിയിൽ ഇങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ ആ ട്രയാങ്കിളിൻ്റെ 2 സൈഡാണ് ഈ മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ബാക്കിലുള്ള പാർട്ടിലെ അത് കുറച്ച് കെയർഫുള്ളായിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ. അത് നമ്മളൊരു കേവായിട്ടാണ് മുകളിൽ കൊണ്ടുവന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് അത് ഒരു കാരണവശാലും അവിടെ ബെൻഡായി പോരുത്. ഒരു കേവ് പോലെ നമ്മൾ കൊണ്ടുവന്നിട്ട് കുറച്ച് ഫെവിക്കോൾ എടുത്ത് അതവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഡ്രൈ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ 2 വിങ്സും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ അത്രയും ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട്?